നിങ്ങളുടെ തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. ഞായറാഴ്ചയാണ്. തിരക്ക് പിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ഒരു 8ൻ്റെ പണി കിട്ടി. അതായത് ഞാൻ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ വീട് പണി നടക്കാനുള്ളത്. അപ്പോൾ പണിക്കാരുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം സാധാരണ ഞായറാഴ്ച പണി ഇല്ലാത്തതാണ്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് പണിയൊന്നും നടന്നില്ല. പക്ഷേ ഇന്ന് പകരം പണിക്കാർ വന്നു. ഒരു 9:30 ആയി കഴിഞ്ഞപ്പോൾ അതിനടുത്ത് വിളിച്ചു പറഞ്ഞാൽ പണിക്കാർ ഉണ്ട്, സൈറ്റിലുണ്ടെന്നാണ്. അപ്പോൾ പിന്നെ അവർക്ക് എന്തായാലും ഫുഡ് കൊടുക്കണമല്ലോ. പിന്നെ അവിടുന്ന് ഈ ഉച്ച വരെയുള്ള സമയത്ത് ഒരു നെട്ടോട്ടമായിരുന്നു. കാണിച്ചു തരാം എന്നിട്ട് എന്ത് ചെയ്തു എന്നല്ലേ. ഇഡ്ഡലി രാവിലെ ഉണ്ടാക്കി. കാരണം നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി. പിന്നെ നമ്മൾ കുറച്ച് ചമ്മന്തിയും കൂടെ അതിന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കി. ആദ്യം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10-11 മണിയാകുമ്പം നമ്മൾ ചോറ് വെച്ചു. ഒരു ഉരുളക്കിഴങ്ങ് തോരൻ നമ്മൾ ഇത് മെഴുക്കുവരട്ടി കേട്ടോ, ഇന്നലത്തെ മെഴുക്കുവരട്ടി അതിൽ നിന്ന് ചൂടാക്കി എടുത്തു. അതിനുശേഷം ഒരു പുളിശ്ശേരി. ഇതൊക്കെ രാവിലെ പോയി പെട്ടെന്ന് കടയിൽ പോയി സാധനം മേടിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ. മീൻ വറുത്തത് ഇത് ഓൾറെഡി നമ്മളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ളൂ. അതുപോലെ ബീൻസ് തോരൻ. താഴെ ക്ലബിൽ ആഘോഷം നടക്കാണ്. അങ്ങോട്ട് പോകാനേ സമയം കിട്ടിയിട്ടില്ല. എൻ്റെ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് പോകണം. അപ്പോൾ എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് ചോറെടുത്തു, ശരി, മെഴുക്കുവരട്ടി, തോരൻ, മീൻ വറുത്തത്, തൊണ്ടമീൻ വറുത്തത്. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. ഓണം ഇവിടം വരെയായി. എല്ലാവരുടെയും ഓണാഘോഷ പരിപാടികൾ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓണാഘോഷ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്നെങ്കിലും നമുക്കിവിടെ ഓരോ സ്ഥലങ്ങളുടെ ഓരോ പരിപാടികൾ നടക്കണം. പക്ഷേ നമുക്കിങ്ങനെ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളായതുകൊണ്ട് ഇത് കുടുങ്ങിയിരിക്കുന്നു. നമ്മൾ ഷോർട്സിൽ നമ്മുടെ സ്കൂളിൽ പൂക്കള മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ കയറി നോക്കാം കേട്ടോ. ഒരു പുളി കുറവുള്ള മോരായിരുന്നു, തൈര്. അതുകൊണ്ട് പറയാം അത് ഫേവറേറ്റാണ്. ബീൻസ് തോരൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അവരുടെ പുളിശ്ശേരി അതുപോലെ ഉരുളക്കിഴങ്ങ് ഭർത്താനുണ്ടോ ആയിക്കോട്ടെ. എനിക്കിപ്പോൾ നാടൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അടുത്ത വിശേഷങ്ങളെ കാണുന്നവരെ ബൈ ബൈ.